ഇന്ന് ശ്വേതാ മേനോൻ പറയുന്നു, നിങ്ങൾ നിങ്ങളുടെ പദവിയിൽ തന്നെ തുടർന്ന് പോരാട്ടം തുടരണം. ഓർഡറിലേക്ക് വന്ന ആൾക്കാരല്ല അമ്മയിലെ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടതെന്ന് മമ്മൂട്ടിയും മോഹൻലാലും എന്നോട് പറഞ്ഞു എന്നാണ്. മമ്മൂട്ടിയും മോഹൻലാൽ എന്നോട് പറഞ്ഞു എന്ന്. അതായത് സ്വന്തം സിനിമാ മേഖലയും അതിന് നേതൃത്വം കൊടുക്കുന്ന ഒരു സംഘടനയും വർഗീയതയിൽ മുക്കാൻ ഒരു കൂട്ടം ആളുകൾ ആസൂത്രിതമായി ശ്രമിക്കുകയും ആ ശ്രമത്തിന് കൂടെ നിന്ന് കൊടുക്കുകയോ മൗനസമ്മതം കൊടുക്കുകയോ ചെയ്ത ഒരു പ്രസിഡന്റിനോട് മമ്മൂട്ടിയും മോഹൻലാലും, രണ്ട് മെഗാ താരങ്ങൾ, നിങ്ങൾ തന്നെ അവിടെ ഇരിക്കണം, നിങ്ങൾ തുടരൂ എന്ന് പറയുന്നു. അതിനകത്തുണ്ടായിട്ടുള്ള വർഗീയ പരാമർശവുമായി ബന്ധപ്പെട്ട പ്രശ്നം പരിഹരിക്കണം, അതിൽ കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കണമെന്ന് ഈ മെഗാ താരങ്ങൾ പറയുന്നില്ല എങ്കിൽ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിലൊന്ന്. രണ്ടാമത് ഞാൻ ഇന്നലെ പറഞ്ഞത്, ഈ സിനിമ എന്ന് പറഞ്ഞാൽ സിനിമക്കാരുടെ വെള്ളം കയറാത്തവരാണ്, അവർ കൊണ്ടു നടക്കുന്ന ഒന്ന് ആരും ശ്രദ്ധിക്കേണ്ടതില്ല എന്നൊരു മൂഡിലാണ് പൊതുവെ രാഷ്ട്രീയക്കാരുള്ളത്. ഞാൻ ചോദിക്കുന്നത്, കേരളത്തിലെ ഏറ്റവും വലിയ ഒരു മേഖലയായ എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകൾ പ്രവർത്തിക്കുന്ന ഒരു സ്ഥലത്ത് ഇത്തരം വർഗീയ പ്രവർത്തനം നടക്കുമ്പോൾ ബോളിവുഡ് സ്റ്റൈലിൽ അത്തരം അസോസിയേഷനെ മുഴുവൻ ഹിന്ദുത്വത്തിൻ്റെ സംഘപരിവാറിൻ്റെയും വഴിയിലേക്ക് കൊണ്ടുള്ള വലിയ പ്ലാൻഡ് ഓപ്പറേഷൻ നടക്കുമ്പോൾ കേരളത്തിലെ സർക്കാർ എന്ത് പറയാണ്, എന്ത് ചെയ്യാണ്? കേരളത്തിലെ സിനിമ മന്ത്രി എവിടെയാണ്? അതിനകത്തൊരു അവരുടെ ടേക്ക് എവിടെയാണ്? കേരളത്തിലെ പുരോഗമന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെന്ന് അവകാശപ്പെടുന്ന ആളുകൾ, കക്ഷികൾ എവിടെയാണ് എന്ന് ചോദിക്കുന്നതാണ്. അവർക്ക് അഭിപ്രായം പറയണ്ടേ? അത് സിനിമക്കാരുടെ എന്തോ ഏർപ്പാടാണോ? ഇതെന്താ നടക്കുന്നത്? കേരളത്തിലെ പ്രോമിനൻ്റ് ആയിട്ടുള്ള ആക്ടേഴ്സ് ആയിട്ടുള്ള ആൾക്കാരും വേറെ ചില പ്രോമിനൻ്റ് ആക്ടേഴ്സിനെതിരെ ജിഹാദി മേത്തച്ചി ആരോപണം ഉന്നയിച്ച് അവരെ വർഗീയവാദിയാക്കാൻ ശ്രമം നടക്കുകയാണ്. അതിൻ്റെ പേരിൽ ആ സംഘടനയ്ക്കകത്ത് വിഭജനം ഉണ്ടാക്കുകയാണ്. ഇതിന് മുമ്പ് ഈ ദിലീപുമായി ബന്ധപ്പെട്ട കേസിനകത്ത് ഞങ്ങൾക്ക് നീതി കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞ് 4 നടിമാർ പ്രൊട്ടസ്റ്റ് ചെയ്ത് ഇറങ്ങിപ്പോയപ്പോൾ ആ ഇറങ്ങിപ്പോയത് അമ്മയെ ശിഥിലമാക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണോ എന്ന് സംശയിക്കുന്നുവെന്ന് ആശങ്കപ്പെട്ട പാർട്ടിയാണ് CPIM. സംസ്ഥാന സെക്രട്ടേറിയറ്റ് കുറിപ്പിറക്കി ഈ വിഷയത്തിൽ ഇരയ്ക്കൊപ്പം നിൽക്കുകയും നീതിപൂർവമായ നടപടികൾ ഉണ്ടാവുകയും ചെയ്യണം. രണ്ടാമത്തെ ഖണ്ഡിക, പക്ഷേ അതിൻ്റെ പേരിൽ അമ്മയെ വിഭജിക്കാനുള്ള ശ്രമങ്ങളോട് നമുക്ക് യോജിക്കാൻ കഴിയില്ല. അമ്മയെ വിഭജിക്കാനല്ല, ഒന്നും ശ്രമിച്ചിട്ടില്ല. ഞാൻ ആവർത്തിച്ച് എപ്പോഴും പറയുന്നത്, ഈ സിനിമക്കാരുടെ പ്രശ്നങ്ങൾക്കകത്ത് വളരെ കൃത്യമായിട്ടുള്ള പൊളിറ്റിക്കൽ പൊസിഷൻ രാഷ്ട്രീയ പാർട്ടികൾ എടുക്കണം, അഭിപ്രായം പറയണം. കാരണം ഇതൊരു വലിയ മേഖലയാണ്, സർക്കാരിൻ്റെ കൂടെ സഹകരണത്തോടെ പോകുന്ന ഒരു ഇൻഡസ്ട്രിയാണ്, അല്ലേ? അവരുടെ സ്വന്തം വീട്ടിലെ കാര്യമല്ലോ ചെയ്തത്, ഒരു ഇൻഡസ്ട്രിയാണ്. ഗവൺമെൻറ്റിനകത്ത് കൺട്രോളും മോണിറ്ററിങ്ങും ഉള്ള ഒരു ഇൻഡസ്ട്രിയാണ്. അതിനിവിടെ ഒരു വകുപ്പുണ്ട്. ആ വകുപ്പിനകത്ത് നടക്കുന്ന മോശം സംഗതികൾ അതൊരു പോലീസ് കേസായി പോലും വികസിച്ചു കഴിഞ്ഞു. എന്താ സർക്കാർ മിണ്ടാത്തത്? പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾ മിണ്ടാത്തതാണ്. അതൊരു ഒരർത്ഥത്തിൽ സിനിമയിലെ തൊഴിലാളികൾ വർക്ക് ചെയ്യുന്ന എന്ന വിശദീകരണം കൂടി ഉണ്ടല്ലോ. അങ്ങനെ നോക്കുമ്പോൾ തൊഴിലവകാശ തൊഴിലാളി പാർട്ടികൾ ആ കാര്യത്തെക്കുറിച്ചുള്ള അഭിപ്രായം പറയാത്തതെന്താണ്? ഇത് സീരിയസ് ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ ചില മാധ്യമ സ്ഥാപനങ്ങളൊക്കെ പറയുന്നത് കേട്ടു, അമ്മയിലെ ഈ തമ്മിൽ തലൊന്നും ഞങ്ങൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നില്ല എന്ന്. അത് വേറെ പണിയുണ്ട്, വാർത്തയാക്കുന്നില്ല എന്ന്. വാർത്തയാക്കുന്ന വെച്ചാൽ ഇതെന്തോ തമാശ കളിയാ? സീരിയസ് ആയിട്ടുള്ള പ്രശ്നം, ഒരാളുടെ ഐഡൻറ്റിറ്റിയെ അയാളുടെ വ്യക്തിത്വത്തെ ആക്രമിക്കുന്ന സീരിയസ് സംഗതി നടക്കുന്നു. അതൊരു വ്യക്തിയുടെ പ്രശ്നം മാത്രമല്ല, അതൊരു സംഘടനയെ മൊത്തം പൊല്യൂട്ട് ചെയ്യാനുള്ള വളരെ ആസൂത്രിതമായിട്ടുള്ള പരിപാടി നടക്കുകയും അതിൻ്റെ കമ്മിറ്റിയും അതിൻ്റെ പ്രസിഡൻറ്റും അതിന് പിന്തുണ കൊടുക്കുകയും ചെയ്യുമ്പോൾ ഇങ്ങനെ മൗനമായിരിക്കുക, ഇങ്ങനെ ക്വിറ്റ് ചെയ്ത് നിൽക്കുക എന്ന് പറഞ്ഞ പൊസിഷൻ ശരിയല്ലെന്നാണ് ഞാൻ പറയുക. അതുകൊണ്ട് ഇന്ന് ശ്വേതാ മേനോൻ പറഞ്ഞിരിക്കുന്നു, മമ്മൂട്ടിയും മോഹൻലാലും എനിക്ക് പിന്തുണ തന്നിട്ടുണ്ട്. അൻസിബയുടെ കേസിൽ നിങ്ങൾ ആരും അൻസിബയെ പിന്തുണയ്ക്കാൻ പാടില്ല എന്ന് ഭീഷണിപ്പെടുത്തിയെന്ന് മാലാപാർവതി എന്ന് പറഞ്ഞു ശ്വേതയെക്കുറിച്ച്. ആ ശ്വേതയോട് തുടർന്നോളൂ, പോരാടിക്കോളൂ എന്ന് മമ്മൂട്ടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ, മോഹൻലാൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അവരാണ് അതിനകത്ത് വിശദീകരണം നൽകേണ്ട ആൾക്കാർ. അതായത് ഒരു ഘട്ടത്തിലും ദുർബലയായിട്ടുള്ള ഒരു വിമൻ ഫൈറ്ററോട് ഞങ്ങൾ അനുതാപവുമില്ല. വേണമെങ്കിൽ നിങ്ങൾ ഇറങ്ങി പുറത്തു പോയി പോലീസ് കേസ് കൊടുക്കുക. പോലീസ് കേസ് കൊടുത്തിട്ട് നിങ്ങൾ ഇപ്പോൾ എന്താ സംഭവം? പോലീസിൻ്റെ കേസെടുക്കാത്തത്? പോലീസ് പോലും കേസെടുക്കാത്തത് പ്രശ്നം എന്ന് വെച്ചാൽ, കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്തെ ഈ അമ്മയിലെ നേതാക്കളുടെ ഒരു ആരാധകനായിരുന്നു അതിൻ്റെ വകുപ്പ് മന്ത്രിയായിരുന്നു കഴിഞ്ഞ മുമ്പ് സർക്കാരിൻ്റെ കാലത്ത് AK ബാലൻ. അദ്ദേഹത്തെ മോഹൻലാൽ കാണുന്ന ഓർമ്മയുണ്ട്. അപ്പോൾ അമ്മയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങളങ്ങ് നടത്തിക്കോ. അമ്മയിലെ അവകാശ ലംഘനങ്ങളോ സ്ത്രീകൾക്കെതിരായിട്ടുള്ള അതിക്രമങ്ങളോ അതൊന്നും ഞങ്ങൾ അവിടെ വരുന്നില്ല. അത് നിങ്ങളുടെ ഒരു ഏരിയ എന്ന മട്ടിൽ അങ്ങോട്ട് എഴുതി കൊടുത്തിരിക്കുകയാണ്. അതിൻ്റെ യാതൊരു ആവശ്യമില്ല. ഇതൊരു ഇൻഡസ്ട്രി ആണെങ്കിൽ ആ ഇൻഡസ്ട്രിക്ക് അത് മനുഷ്യർ ഇടപെടുന്ന സ്ഥലമാണെങ്കിൽ അതിനകത്തുണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് ഇടപെടാനും അഭിപ്രായം പറയാനും ബാധ്യതയുണ്ട്. സിംപ്ലി ഒരു കാര്യം വളരെ ക്ലാരിറ്റിയിൽ വരികയാണ്. ഈ വലിയ ഡയലോഗ് സിനിമയിൽ പറയുന്ന താരങ്ങൾ, മമ്മൂട്ടിയുടെയൊക്കെ എവിടെയാണ്? ഒരു പരിഹാരം ഉണ്ടാക്കുന്ന ഏറ്റവും സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള സൂപ്പർ താരം അദ്ദേഹം ഇതിന് പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കേണ്ട ആളല്ലേ, ഇടപെടേണ്ട ആളല്ലേ? അതിനെക്കുറിച്ച് മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ അദ്ദേഹം ചിരിച്ച് തള്ളുക ചെയ്തത്. ചെറിയ പ്രശ്നങ്ങളല്ല, അതൊക്കെ അങ്ങ് പൊക്കോളുമെന്ന്. അങ്ങനെ ചെയ്യണ്ടേ? എന്നിട്ട് ഇപ്പോഴും ആ സ്ത്രീകൾ കുറേ പേര് പുറത്തു വന്ന് വിലാപം പറയുകയാണ്. സോ ഇതിനകത്ത് ഞാൻ പറഞ്ഞത്, എനിക്ക് പുതുതായി പറയാൻ തോന്നുന്ന കാര്യം, സർക്കാർ താര നേതൃത്വം അവർ ഈ സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂവിനെ അവഗണിക്കുന്നത് കേരളത്തോട് ചെയ്യുന്ന ക്രൈമാണെന്ന് ഞാൻ പറയും.